കൃത്യമായിട്ട് ഷക്കീല സിനിമകൾ വാച്ച് ചെയ്യും, അവരുടെ ഇന്റർവ്യൂ കാണുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എല്ലാ നിലയ്ക്കും അഭിമാനം തോന്നുന്ന വിധത്തിലുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു പേഴ്സണായിട്ടാണ് എനിക്ക് ഷക്കീലയെ തോന്നിയിട്ടുള്ളത്. പ്രായം എന്നെക്കാളും ചെറുതാണ്, അതുകൊണ്ടാണ് ഞാൻ പേര് വിളിക്കുന്നത്. എല്ലാവരും ഷക്കീലാമ്മ എന്നാണ് വിളിക്കാറുള്ളത്. കാരണം ആ ഒരു അമ്മ എന്ന് പറയുന്നതിനെ ഇങ്ങനെ എപ്പിറ്റമൈസ് ചെയ്ത് പോകുന്ന പല പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ആദരവോടെ എല്ലാവരും ഷക്കീലാമ്മ എന്ന് വിളിക്കാറുണ്ട്. ഞാൻ ആ ഫ്രീഡം എടുക്കുന്നത് ബിക്കോസ് യു ആർ യങ് അറ്റ് മീ. മലയാളം അറിയാം, മലയാളത്തിൽ സംസാരിക്കും, പക്ഷേ തമിഴിൽ സംസാരിച്ചാലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. തമിഴിലോ ഇംഗ്ലീഷിലോ മലയാളവും കുഴപ്പമില്ലാതെ പറയും, കേട്ടാൽ മനസ്സിലാവും എന്ന് പറഞ്ഞു. നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് 2-3 ഏരിയ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാൻ എന്ന് വെച്ചിരുന്നത്. ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞ 2-3 കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും ഓരോ നടികളെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് ചെയ്യാറുള്ളത്. മുമ്പ് അഭിനയിച്ചു പോയ അവർക്ക് താല്പര്യമുള്ള നടികളെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് അവർ ആക്ട് ചെയ്യാറുള്ളത്. എക്സെപ്റ്റ് അവരുടെ ഇന്റിമേറ്റ് സീനുകൾ നമ്മളെ നടികളാരും അവർക്ക് ഉള്ളിൽ ഇമേജായിട്ട് വരാറില്ല എന്ന് പറഞ്ഞു. എസ്പെഷ്യലി നമ്മൾ ഈ വെസ്റ്റേറിന്റെ വജൈന മോണലോഗ് പറയുമ്പോൾ, നമ്മളുടെ കാമസൂത്രങ്ങളെ പറ്റി പറയുമ്പോൾ ഏറ്റവും സൈലന്റ് ആയിരിക്കുന്ന ഒരു ഏരിയ എന്താണ്, വാട്ട് മേക്സ് എ വുമൻ ഹാപ്പി എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ദ സൈലൻസസ് ഓഫ് ദീസ് കാമസൂത്ര ആണ്. അതിനെപ്പറ്റിയൊക്കെ ആധികാരികമായിട്ട് പറയാനും ശ്രീമതി ഷക്കീലയ്ക്ക് പറ്റും എന്നുള്ളത് കൊണ്ട് വേദി ഷക്കീലയ്ക്ക് വിട്ടുകൊടുക്കുന്നു. എന്തിനു പറ്റിയും ചോദിക്കാം എന്ന് പറയുന്ന ഓപ്പൺനെസ് കാണിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ ആ കാര്യങ്ങളിലേക്ക് ഷക്കീലയെ ക്ഷണിക്കുന്നു. വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത്, ഐ തിങ്ക്, let's say orgasm. She has been faking orgasm all the way. സ്ക്രീനിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഷക്കീലയുടെ ഇന്റർവ്യൂകളിൽ പൊതുവെ ചോദിക്കാത്തതും പറയാത്തതുമായ കാര്യങ്ങൾ ഈ വേദിയിൽ പറയാം എന്ന ഒരു ധാരണയിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ വിഷയം തന്നെ അത് വെച്ച് തുടങ്ങാം എന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഷക്കീല അത്തരം വേഷങ്ങൾ, അത്തരം മുഹൂർത്തങ്ങൾ അഭിനയിക്കാറുള്ളത്? ദാറ്റ്സ് വൺ ഏരിയ. 2, ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് ഞാൻ സംസാരിച്ചു നോക്കിയിട്ടുണ്ട്. മിക്ക സ്ത്രീകൾക്കും ക്യാമറയെ പറ്റി, ടെക്നോളജിയെ പറ്റി ഒന്നും വലിയ ധാരണ ഉണ്ടാവാറില്ല. ഷക്കീല ഇന്ന് ഷീ സോ വെൽ സ്പോക്ക് അബൌട്ട് ദ ക്യാമറ ആംഗിൾസ്. അവർ പറയുന്നുണ്ടായിരുന്നു അവരെ പോർട്രേ ചെയ്യുന്ന ക്യാമറ ആംഗിളിനെ പറ്റി അവർ അവെയറാണ്. അപ്പം എന്നോട് പങ്കുവെച്ച കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഓഡിയൻസ് ആയിട്ടും ഷക്കീല പങ്കുവെക്കും. സോ ഓവർ ടു യു ഷക്കീല. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമസ്കാരം ആൻഡ് ഗുഡ് ഈവനിങ്. I really want to say one thing first. ഈ ഹൈടെക് മോൾ അല്ലേ സന, ഒരു ഹൈടെക് ഇവിടെ ഒരു മോളുണ്ട്, ഹൈലൈറ്റ്. അവിടെ ഞാൻ ഒരു ഉമർ ലുലുവിൻ്റെ ഫിലിംക്ക് വേണ്ടി ഒരു ലോഞ്ചിന് വേണ്ടി വന്നതാണ്. സോ ആ മാനേജർ അവിടെ എന്തൊക്കെയോ പറഞ്ഞ്, ലൈക്ക് ഷക്കീല കനോട്ട് കം ബിക്കോസ് ക്രൗഡ് കൂടി പോവും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കാലിക്കറ്റ് വന്നപ്പോൾ ആ പ്രോഗ്രാം എന്നെ വിടാതെ ചെയ്തതാണ്. പക്ഷേ I always believe in God. Ipo who can stop me? This kind of a platform, it's not easy for everyone to get. Appo enna avada venaan sonnavanga, you are loving me and I love you. This is God. So first of all, thank you KLF, thank you Didi for inviting me here, and please ask me any questions which my people, my children, my everyone there, because if it is not for Kerala industry, that is Malayalam industry, film industry, I would not be ee recognition enakku kitti irukadu. So thank you again for Kerala for making me a star. Thank you. I had already asked this question. It's about what we had spoken earlier. We were talking about, you said you would act
orgasm, and then this is the kind of silence that normally the film industry and even literature as a whole, they try to hold back these things. So how do you how could you actually express orgasm on screen? Had you gone through that? What would your comment be on all that? So, I don't know how many women here who are married can say that I've actually had orgasm. I don't know, you not even say hi, ooh, ah, no sound at all. Fine. Please don't be shy about it, because many women don't even know what is coming, what is their end, what is an orgasm. So, for me, yes, I had orgasm and I enjoyed it. And if you come to acting, you normally take I have to do a scene, so I take an inspiration. Either when I have to cry, I cry like Manorama Achi. When I have to do like some funny roles, I think of Urvashi Chechi. And this I have not seen anywhere. So it's with my experience, I had to show a fake orgasm. So, and I thought that is called as acting. So normally in all my interviews, I will always say that, okay, ningalku cheyan kaliyo, try it. That made me Shakila Ale. So that's it. So industry, cinema industry as a whole is very male dominant. ആണുങ്ങളുടെ അധികാരമാണ്, ക്യാപിറ്റൽ കൈയാളുന്നത് ആണുങ്ങളാണ്. So everything is dictated by men and their interests. But I've heard you could dictate your terms. എങ്ങനെയാണ് സിനിമയിലുള്ള റെമ്യൂണറേഷൻ തൊട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ വർക്ക് എല്ലാം ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. How far is that true? Yes, in my case, adu satyamanu, because in my films, ഞാനാണ് ഹീറോ, ഞാനാണ് ഹീറോയിൻ, ഞാനാണ് കഥ. സോ ഇവിടെ ഞാൻ ഏത് പറഞ്ഞാലും അത് ആയിരിക്കണം, അതർവൈസ് ഞാൻ ഡേറ്റ് കൊടുക്കില്ല. പക്ഷെ it's not happened with everybody. I know many heroines take very less remuneration. അവർക്ക് അത് പുറത്ത് പറയാൻ പോലും നാണം. Oh, I'm taking only this much. In my case, I'm so happy to tell you.